വെൽക്കം അഗൈൻ. 9th ആനുവൽ എക്സാം ഫിസിക്സിൻ്റെ ഷുവർ ഷോർട്ട് സീരീസ് ആണ്. സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോ കാണാത്ത ആളുകൾ അത് പോയിട്ട് കാണുക. അപ്പോൾ ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട്, ഇഫ് 100 ജൂൾ വർക്ക് ഇസ് ഡൺ ടു മൂവ് 10 കൂളോം ചാർജ് ഫ്രം പോയിന്റ് എ ടു ബി, ഫൈൻഡ് ഔട്ട് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു തന്നെയാണ്, എല്ലാവർക്കും അറിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിതിൽ എന്തൊക്കെയുള്ളത്? വർക്ക്, അതുപോലെ തന്നെ ചാർജ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, 3 കാര്യങ്ങളാണുള്ളത്. വർക്ക് 100 ജൂളാണ് ഈ ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയത്. അതുപോലെ തന്നെ ചാർജ് എത്രയാണ്? 10 കൂളമ്പാണ്. നമുക്ക് വേണ്ടത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആണ്. സിമ്പിൾ ചോദ്യമാണ്. വർക്ക് എത്രയാണ്? 100 ജൂളാണ്. സോ 100 ഡിവൈഡഡ് ബൈ 10 എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വോൾട്ട് ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. സ്ട്രെയിറ്റ് ഫോർവേഡ് ചോദ്യമാണ്. ഡയറക്റ്റ് ഫോർമുലയിലേക്ക് വാല്യൂ കൊടുത്തപ്പോൾ തന്നെ ആൻസർ കിട്ടുകയും ചെയ്തു. പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ബോർഡ് എക്സാമിന്, ആനുവൽ എക്സാമിന് വരുന്ന പല ചോദ്യങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഇൻ എൻ ഇലക്ട്രോണിക് ഡിവൈസ് 6 ഇലക്ട്രിക് സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിച്ച് വർക്ക്സ് അറ്റ് 9 വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ദി EMF ഓഫ് 1 സെൽ. അപ്പോൾ ഇവിടെ 6 സെല്ലുകൾ അല്ലേ? 1 2 3 4 5 6 ഇങ്ങനെ 6 സെല്ലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ടോട്ടൽ വോൾട്ടേജ് ആണ്, ടോട്ടൽ EMF ആണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? 9 വോൾട്ട് എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സീരീസ് ആയിട്ട് സെല്ലുകൾ കണക്ട് ചെയ്താലുള്ള എഫക്റ്റീവ് വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, അല്ലേ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ സീരീസ് സെല്ലുകളുടെ സീരീസ് കണക്ഷനിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 6 ഇലക്ട്രിക്കൽ സെൽസ് ആർ കണക്റ്റഡ്. അപ്പോൾ എല്ലാം ഈക്വൽ സെല്ലുകളാണ്, ഒരുപോലത്തെ സെല്ലുകളാണ് എല്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും N ഇൻറ്റു വോൾട്ടേജ്. ഒന്നിൻ്റെ വോൾട്ടേജിന് എത്ര സെല്ലുകളുണ്ടോ അത്രയും എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 9 വോൾട്ട് എന്ന് പറയുന്ന ടോട്ടൽ വോൾട്ടേജ് കിട്ടിയിട്ടുണ്ട്. 6 സെല്ലുകളാണുള്ളത്. അത് ഓരോന്നിൻ്റെയും വോൾട്ടേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോന്നിൻ്റെയും വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1.5 വോൾട്ട് ആയിരിക്കും. 1.5 വോൾട്ടുള്ള 6 സെൽസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് 6 ഇൻറ്റു 1.5 ടോട്ടൽ 9 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. ഒരു സെല്ലിൻ്റെ EMF കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കിട്ടുകയും ചെയ്തു, 1.5 ആണ്. അടുത്ത ചോദ്യം. An ammeter that connects to an electronic circuit shows a reading of 2 ampere. Find how many charges flow through the ammeter in 10 seconds എന്നാണ്. ചാർജാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റിലേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന 2 റിലേഷൻസ് ആണ്. ഒന്ന് I is equal to, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അല്ലേ? കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ ടൈം ആണ്. ചാർജ് ഫ്ലോയിങ് ത്രൂ എ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? കറണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. 10 സെക്കൻഡ്സ് ആണ്. സോ ഒരു വൈദ്യുത സർക്യൂട്ടിൽ ബന്ധിച്ചിരിക്കുന്ന അമ്മീറ്ററിൽ 2 ആംപിയർ റീഡിംഗ് കാണിക്കുന്നു എങ്കിൽ അമ്മീറ്ററിലൂടെ 10 സെക്കൻഡ് കൊണ്ട് എത്ര ചാർജ് ഒഴുകുമെന്നാണ് ചോദ്യം. സോ ചാർജ് ഇസ് ഈക്വൽ ടു I ഇൻറ്റു ടി ആണ്. സോ ദാറ്റ് ഈസ് 2 ഇൻറ്റു 10 20 കൂളമ്പാണ് ആൻസർ. സിമ്പിൾ ചോദ്യമാണ്. അഗെയിൻ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കിട്ടും. അപ്പോൾ തന്നിട്ടുള്ള വാല്യൂസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ ആദ്യമേ എടുത്ത് എഴുതുക. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കാതെ നമുക്കത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വാല്യൂസ് തെറ്റിക്കാതെ എടുത്ത് എഴുതാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഫിസിക്സിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിലെ ഗിവൺ വാല്യൂസ് എപ്പോഴും നമ്മുടെ ആൻസർ പേപ്പറിലേക്ക് ആദ്യം എടുത്ത് എഴുതണം. അത് വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കും. 2 ചോദ്യങ്ങളും ജസ്റ്റ് ഇക്വേഷനിലേക്ക് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളാണ്. അടുത്തതിലേക്ക് പോകാം. ഫ്രം ദി സിറ്റുവേഷൻസ് ഗിവൺ ബിലോ ഐഡൻറ്റിഫൈ ദി ബോഡീസ് ഹാവിങ് പൊട്ടൻഷ്യൽ എനർജി. ഓർക്കുന്നുണ്ടോ പൊട്ടൻഷ്യൽ എനർജി? എന്തായിരുന്നു പൊട്ടൻഷ്യൽ എനർജി? ദി എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഇസ് ദി പൊട്ടൻഷ്യൽ എനർജി. ഒരു ബോഡിയുടെ പൊസിഷൻ ബേസ് ചെയ്തുകൊണ്ട് അതിനൊരു എനർജി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഹൈറ്റിലേക്ക് പോകുന്ന ആൾക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, അല്ലേ? അതുപോലെ തന്നെ വേറെയും ചില സിറ്റുവേഷൻസിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ സിറ്റുവേഷൻസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. എ കാർ ഡ്രൈവിംഗ് ഡൗൺ ദ സ്ട്രീറ്റ്. റോഡിലൂടെ ഓടുന്ന ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? നമ്മൾ ഗ്രൗണ്ട് ലെവൽ ഉള്ള പൊട്ടൻഷ്യൽ എനർജി 0 എന്നുള്ളൊരു റെഫറൻസ് പോയിന്റിൽ അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഗ്രൗണ്ടിലെ പൊട്ടൻഷ്യൽ എനർജി 0 എന്നുള്ളൊരു റെഫറൻസ് ആണത്, ഒരു അസംഷനാണ്. അവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ചെയ്യുന്നു, താഴേക്ക് പോകുമ്പോൾ കുറയുന്നു എന്നുള്ള അസംഷനിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഒരു കാർ ഡ്രൈവിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഗ്രൗണ്ടിലാണെന്ന് തന്നെ പറയാം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ എനർജി ഒന്നും ഉണ്ടാവില്ല. എ ചൈൽഡ് ജമ്പിങ് ഓൺ ദ ബെഡ്.
ഇതൊന്നും ഇമാജിൻ, നിങ്ങളൊക്കെ ചിലപ്പോൾ ചാടി കളിക്കാറുണ്ട് ചെറുതായിരുന്ന സമയത്ത്, കുട്ടികളായിരുന്ന സമയത്ത് നിങ്ങളൊക്കെ ബെഡിൽ ചാടിക്കളിച്ച് ചിലപ്പോൾ ബെഡ് പൊട്ടിച്ചിട്ടുണ്ടാവും അല്ലേ, ബെഡ് ചിലപ്പോൾ പൊളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബെഡിൽ ചാടി കളിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോ മൊമെൻറ്റിലും അത് മുകളിലേക്ക് പോകുന്നുണ്ട്, പിന്നെ താഴേക്ക് വരുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു. ആ മുകളിലേക്ക് പോകുന്ന സമയത്തൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടുന്നുണ്ട്. ഓക്കെ, എ ബേണിംഗ് ലോഗ് എന്ന് വെച്ചാൽ ഇതെന്താണ്, ഇതിൻ്റെ മീനിങ് എന്താണ്, കത്തുന്ന ഒരു വിറക് കൊള്ളി. അപ്പോൾ ഒരു അടുപ്പിലിട്ടിട്ട് വിറക് കൊള്ളി കത്തുകയാണ്, അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടോ? ഇല്ല, അതവിടെ ഗ്രൗണ്ടിൽ കിടന്നിട്ട് കത്തുകയാണെന്നുള്ളതാണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്. അതുപോലെ കംപ്രസ്ഡ് സ്പ്രിങ് കംപ്രസ്ഡ് ആയി നിൽക്കുന്ന അവസ്ഥ, തീർച്ചയായിട്ടും അതിനെന്തുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റിനെയും ഹൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാത്രമല്ല, സ്പ്രിങ് കംപ്രസ് ചെയ്യുന്ന കേസിലും എന്ത് തന്നെയാണ്, പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ്. എ സ്ലീപ്പിംഗ് ചൈൽഡ് ഇൻ എ ബെഡ്, ഇത് കുറച്ച് മേ ബി കൺഫ്യൂസിംഗ് ആയി തോന്നിയേക്കാം. കട്ടിലിൽ ഉറങ്ങുന്ന ഒരു കുട്ടി. അപ്പോൾ കട്ടിൽ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലല്ല അല്ലേ, ഗ്രൗണ്ടിൽ നിന്ന് ഒരു 1/2 മീറ്റർ അല്ലെങ്കിൽ ഒരു 3/4 മീറ്റർ ഉയരത്തിലാണ് പലപ്പോഴും കട്ടിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ നമുക്ക് പറയാം ചെറിയൊരു ഹൈറ്റ് ആർക്കുണ്ട്, ഈ കുട്ടിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കും പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. എ ലോഗ് ഇൻ എ ഫയർ പ്ലേസ്, എ ബേണിംഗ് ലോഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ ബോൾ ഇൻ ദി ബാസ്കറ്റ് ബോൾ പ്ലെയേഴ്സ് ഹാൻഡ്, ഒരു ബാസ്കറ്റ് ബോൾ പ്ലെയറുടെ കയ്യിലുള്ള ബോളിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അപ്പോൾ ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഗ്രൗണ്ടിലേക്ക് ബാസ്കറ്റ് ബോൾ തട്ടും, ഗ്രൗണ്ടിൽ നിന്ന് തിരിച്ചത് വരും, പിന്നെ നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ബാസ്കറ്റ് ബോളിൻ്റെ ഹൂപ്പിലേക്ക് ഇവരത് എടുത്ത് എറിയും. അപ്പോൾ ബോൾ കണ്ടിന്യൂസ്ലി താഴേക്കും അതുപോലെ തന്നെ മുകളിലേക്കൊക്കെ പോകുന്നുണ്ട്, ഹൈറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും എന്തുണ്ടാകും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. അപ്പോൾ ആ 4 കേസസിലാണ് പൊട്ടൻഷ്യൽ എനർജി ഉള്ള ബോഡീസ് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം. ടോട്ടൽ മാസ് ഓഫ് എ ബൈസൈക്കിൾ ആൻഡ് ഇറ്റ്സ് റൈഡർ ഈസ് 80 കിലോഗ്രാം. കാൽക്കുലേറ്റ് ദ കൈനറ്റിക് എനർജി ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബൈസൈക്കിൾ ഇസ് 5 മീറ്റർ പെർ സെക്കൻഡ്. കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനാണ് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യാനില്ല. മാസ് എത്രയാണ്, 80 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ സ്പീഡ് എത്രയാണ്, 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ കണ്ടതാണ്. എന്താണ് കൈനറ്റിക് എനർജി? മോഷൻ കാരണം കിട്ടുന്ന എനർജിയുടെ പേരാണ് കൈനറ്റിക് എനർജി. അത് കണ്ടുപിടിക്കുന്നത് K = എങ്ങനെയാണ്, ½ mv² ആയിട്ടാണ്. ഓക്കെ, സോ ½ mv² ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലേ. ഇവിടെ ചെയ്യാം, ½ mv² ആണ് കൈനറ്റിക് എനർജി. സോ ½ × 80 × 5 സ്ക്വയർ എന്ന് വരും. ഓക്കെ, 5 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്, 280 നമ്മൾ ഡിവൈഡ് ചെയ്താൽ ബാക്കി 40 എന്നുണ്ടായിരിക്കും. 5² എത്രയാണ്, 25 ആണ്. 25നെ 40 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈസിലി നിങ്ങൾക്ക് ആൻസർ 1000 ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു സൈക്കിൾ ഓടിക്കുന്ന ആളും ബൈസൈക്കിളും രണ്ടും കൂടെ ചേർത്തിട്ട് രണ്ടാളുടെയും കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ജൂൾസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഫ്ലവർ പോട്ട് ഓഫ് മാസ് 20 കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ഓൺ എ സൺഷെയ്ഡ് അറ്റ് എ ഹൈറ്റ് ഓഫ് 5 മീറ്റർ ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ എനർജി വെൻ ദി പോട്ട് ഇസ് ഓൺ ദി സൺഷെയ്ഡ്. അപ്പോൾ ഒരു ഫ്ലവർ പോട്ട് 20 കിലോഗ്രാം മാസ് ഉള്ള ഫ്ലവർ പോട്ട് പ്ലേസ്ഡ് ഓൺ എ സൺഷെയ്ഡ് അറ്റ് എ ഹൈറ്റ് 5 മീറ്റർ, 5 മീറ്റർ ഹൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. ജി എത്രയാണ്, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. സൺഷെയ്ഡിൻ്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവാറില്ലേ സൺഷെയ്ഡ്, അതിൻ്റെ ഹൈറ്റ് 5 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാം? എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ നോക്കാം, വളരെ സിമ്പിളാണ്. പൊട്ടൻഷ്യൽ എനർജി ഡയറക്റ്റ് ആയിട്ട് mgh ചെയ്താൽ മതി അല്ലേ. അതിനുവേണ്ടി മാസ് എത്രയാണെന്ന് നോക്കുക, മാസ് 20 കിലോഗ്രാം. ഓക്കെ, ജി 10 ആക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് എത്രയാണ്, 5 മീറ്റർ ആണ് സൺഷെയ്ഡിൻ്റെ ഹൈറ്റ്. അപ്പോൾ ഇത് ടോട്ടൽ 20 × 5 എത്രയാണ്, 100. 100 × 10 1000 ജൂൾസ്. 1000 ജൂൾസ് ആണ് ആൻസർ. അടുത്തത്, ഇഫ് ദി ഫ്ലവർ പോട്ട് ഫോൾസ് ഡൗൺ, അത് താഴേക്ക് വീഴുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി വെൻ ഇറ്റ് ജസ്റ്റ് ടച്ചസ് ദ ഗ്രൗണ്ട്? സിമ്പിൾ ചോദ്യമാണ്. പൂച്ചട്ടി താഴേക്ക് വീഴുമ്പോൾ തറയിൽ തൊടുന്നതിന് തൊട്ട് മുൻപുള്ള അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയെന്നാണ് ചോദ്യം. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുള്ള ഒരു ഒബ്ജക്റ്റിനെ താഴേക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി മുഴുവൻ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും അല്ലേ. മുഴുവൻ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യപ്പെടും. അത് മാത്രമല്ല ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് നമ്മളെങ്ങനെ എഴുതുന്നത്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഒന്ന് മറ്റൊന്നായിട്ട് കൺവേർട്ട് ചെയ്യുക. ഹൈറ്റിൽ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി, താഴേക്ക് വരുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിൽ സൺഷെയ്ഡിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എത്രയാണ്? സൺഷെയ്ഡിൽ നിൽക്കുന്ന സമയത്തുള്ളത് 1000 ജൂളാണ്. അത് താഴെ ഗ്രൗണ്ടിലെത്തുമ്പം പൊട്ടൻഷ്യൽ എനർജി 0 ആയി പോകും അല്ലേ. അറ്റ് ദ ഗ്രൗണ്ട് നമുക്ക് പറയാം, ഗ്രൗണ്ടിലുള്ള സംഭവം എന്താ സംഭവിക്കാം? അറ്റ് ദ ഗ്രൗണ്ട്
പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ പൊട്ടൻഷ്യൽ എനർജിയും എന്തായിട്ട് മാറിയിട്ടുണ്ടാകും? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ½ ഒന്നും ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യനിൽ സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ചാൽ തന്നെ 1000 ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. ഇനി വാട്ട് ഈസ് ദി എനർജി കൺവേർഷൻ വെൻ ഇറ്റ് ഫോൾസ് ഡൗൺ? താഴേക്ക് വീഴുമ്പോൾ എനർജി കൺവേർഷൻ എന്താണ്? ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് മാറുന്നു? പൊട്ടൻഷ്യൽ എനർജി ഇൻറ്റു ഏത് എനർജി ആയിട്ട് മാറുകയാണ്? കൈനറ്റിക് എനർജി ആയിട്ട് മാറുകയാണ്. ഈ ഒരു എനർജി കൺവേർഷനാണ് ഈ കേസിൽ സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതൊരു ടേബിളാണ്. കുറച്ച് എക്വിപ്മെൻറ്റ്സും അതിലുള്ള എനർജി ട്രാൻസ്ഫോർമേഷനുമാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിക് ജനറേറ്റർ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രമാണ് ഇലക്ട്രിക് ജനറേറ്റർ. അതിലുള്ള ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും? ഇലക്ട്രിക് ജനറേറ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെക്കാനിക്കൽ എനർജി അല്ലേ? മെക്കാനിക്കൽ എനർജിയെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഓക്കെ, മെക്കാനിക്കൽ എനർജിയെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഫാനോ നേരെ തിരിച്ചാണ്. ഇതിൻ്റെ നേരെ തിരിച്ചാണ്. ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ എന്താക്കി മാറ്റും? മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റും. ഇലക്ട്രിക് അയൺ ബോക്സോ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇലക്ട്രിക്കൽ എനർജി വേണം. വേണ്ടേ? ഇലക്ട്രിക്കൽ എനർജി വേണം. അത് എന്താക്കി മാറ്റുകയാണ്? ഹീറ്റ് എനർജി ആക്കിയിട്ടാണ് അവിടെ മാറുന്നത്. ഇലക്ട്രിക് ബൾബിലോ, ഇലക്ട്രിക് ബൾബിൽ നമ്മളിതാ ഇലക്ട്രിക് എനർജിയെ എന്താക്കി മാറ്റുന്നു? ലൈറ്റ് എനർജി ആക്കിയിട്ടോ. അതുപോലെ തന്നെ ഹീറ്റ് എനർജി രണ്ടും അവിടെ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹീറ്റും ലൈറ്റുമായിട്ട് ഒരു ബൾബിൽ മാറുന്നുണ്ട്. ചൂടാവുന്നുണ്ട് ആ ബൾബിൻ്റെ ഉള്ളിലുള്ള ഫിലമെൻറ്റ്, അതിൻ്റെ കൂടെ തന്നെ പ്രകാശം പരത്തുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിൾ ചോദ്യമാണ്. ഇതുപോലത്തെ എനർജി കൺവേർഷൻസ് ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുള്ളതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഇതൊക്കെ പഠിച്ചൊരു കുട്ടിക്ക് എന്താണ്, ഈസിലി ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്തത് നമ്മൾ ഗ്രാവിറ്റേഷൻ ക്വസ്റ്റ്യനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് 10 kg 40 kgയുടെ 2 ഒബ്ജക്റ്റുകൾ കാണാം. 2 മീറ്റർ ആണ് അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ്. സ്ഥിരമായിട്ട് ഇതുപോലത്തെ ഒരു ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കാൽക്കുലേറ്റ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് എ ആൻഡ് ബി ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് എ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമുക്കെടുക്കാം. 2 ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി? പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയില്ലേ. G(m1 m2) ഡിവൈഡഡ് ബൈ r², അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്റ്റൻസിന് d എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എഴുതാം d². ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. ജിയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 6.67 ഇൻറ്റു 10⁻⁻11 മൾട്ടിപ്ലൈഡ് ബൈ 2 ഒബ്ജക്റ്റുകളുടെയും മാസ് എത്രയാണ്? 10 കിലോ 40 കിലോ. ഓക്കെ, 10 kg 40 kg ഡിവൈഡഡ് ബൈ അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? എത്ര ഡിസ്റ്റൻസ്? 2 മീറ്റർ ആണ്. സോ അതിൻ്റെ സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി കാര്യം മനസ്സിലാകും. 6.67 ഇൻറ്റു 10⁻⁻11 ഇൻറ്റു 400 ഡിവൈഡഡ് ബൈ എത്രയാണ്? താഴെ 4 ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 400ഉം 4ഉം നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 എന്നുള്ളത് ന്യൂമറേറ്ററിൽ കിട്ടും അല്ലേ? 100 എന്നുള്ളത് ന്യൂമറേറ്ററിൽ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെ എഴുതാം? 6.67 ഇൻറ്റു 10⁻⁻11 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 10⁻⁹. ഇത്രയും ന്യൂട്ടൺ, യൂണിറ്റ് എഴുതാൻ മറക്കരുത്, ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇഫ് ദ മാസ് ഓഫ് എ ഈസ് ഹാഫ്ഡ്, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ഇറ്റ്സ് അട്രാക്റ്റീവ് ഫോഴ്സ് എന്നാണ് അടുത്ത ചോദ്യം അല്ലേ? യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഓർക്കുന്നുണ്ടാകും. 2 ഒബ്ജക്റ്റുകൾക്കിടയിലുള്ള ഫോഴ്സ് അതിൻ്റെ മാസുകളുടെ പ്രോഡക്റ്റിന് പ്രൊപ്പോർഷണലാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ആൻഡ് ഫൈനലി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ എ പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇഫ് ദ മാസ് ഓഫ് എ ഈസ് ഹാഫ്ഡ്, വാട്ട് ചേഞ്ച് ഒക്കേഴ്സ് ടു ദി അട്രാക്റ്റീവ് ഫോഴ്സ്? എയുടെ മാസ് മാത്രം ഹാഫാക്കി, വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഫോഴ്സിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഇക്വേഷൻ നോക്കുക. G(m1 m2/d²) m1 ഹാഫാക്കിയാൽ എന്താ സംഭവിക്കുക? m1 ഹാഫാക്കി കഴിഞ്ഞാൽ ഇഫ് m1 ഈസ് ഹാഫ്ഡ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷനിൽ ന്യൂമറേറ്ററിലുള്ള m1 മാത്രം പകുതിയാവും. എന്ന് വെച്ചാൽ മൊത്തം ഫോഴ്സിൽ പകുതിയായിട്ട് മാറും. ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 10 എന്ന് പറയുന്ന നമ്പർ 5 ആയി കഴിഞ്ഞാൽ ഈ ആൻസർ എന്താവും? നേരെ ഹാഫ് ആയിട്ട് മാറും. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ഫോഴ്സ് വിൽ ഓൾസോ ബി ഹാഫ്ഡ് എന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ ലോ ബിഹൈൻഡ് ദിസ്? അതിൻ്റെ ആൻസർ ആണത് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ.
ഓക്കെ, ഒരൊറ്റ മാർക്കിൻ്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല, ബാക്കിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷനെ കുറിച്ച് എഴുതാൻ പറ്റും. അത് ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെൻറ്റ് ഈസ് എ ഫേമസ് എക്സ്പെരിമെൻറ്റ് ദാറ്റ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ്. Who did the feather coin experiment? When we drop a feather and a brick simultaneously, which object reach first? What is the main conclusion of feather coin experiment? ഐസക് ന്യൂട്ടൺ ആണ് നമ്മുടെ ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ള വ്യക്തി. ആദ്യം താഴെ എത്തുന്നത് ഒരു ഫെദറും ഒരു ബ്രിക്കും ഡ്രോപ്പ് ചെയ്താൽ ശരിക്കും ഉള്ള റിയൽ കേസസിൽ ബ്രിക്കാണ് ആദ്യം താഴെ എത്തുക അല്ലേ. പക്ഷെ അതിന് കൂടെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, വാക്വത്തിൽ എയർ റെസിസ്റ്റൻസോ മറ്റ് പാർട്ടിക്കിൾസോ ഒന്നുമില്ലാത്തൊരു റൂമിൽ നിങ്ങൾ ഫെദറും ബ്രിക്കും താഴേക്ക് ഇട്ടാൽ രണ്ടും ഒരുമിച്ചാണ് താഴേക്ക് എത്തുക. പക്ഷേ നമ്മുടെ ചുറ്റും നമ്മുടെ മുറ്റത്തിറങ്ങിയിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ എയർ ഉണ്ട്, എയർ റെസിസ്റ്റൻസ് ഉണ്ട്, ഫെദറിന് അത് നന്നായിട്ട് അഫക്റ്റ് ചെയ്യപ്പെടും, ബ്രിക്ക് വളരെ പെട്ടെന്ന് തന്നെ താഴെ എത്തും എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. സോ വെൻ വി ഡ്രോപ്പ് എ ഫെദർ ആൻഡ് ബ്രിക്ക് സൈമൾട്ടേനിയസ്ലി, ബ്രിക്ക് വിൽ ബി reaching first. Okay, what is the main conclusion of feather coin experiment? The conclusion was that feather took more time to reach the bottom due to air resistance. എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഫെദറിന് ടൈം എടുത്തത്. രണ്ടാളുടെ മേലെയും ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ബട്ട് അത് കാരണം രണ്ടാൾക്കും കിട്ടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സെയിം. എല്ലാ ഒബ്ജക്റ്റുകൾക്കും എർത്തിൽ കിട്ടുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആണ്. അത് ഹൈറ്റ്, അത് നമ്മുടെ എർത്തിലെ പല പൊസിഷൻസിൽ പോയി നിൽക്കുമ്പോൾ വേരിയേഷൻസ് വരാറുണ്ട്, ദാറ്റ് ഈസ് ഫൈൻ. ബട്ട് അല്ലാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് കൂടിയ ഒബ്ജക്റ്റ് ആവട്ടെ കുറഞ്ഞ ഒബ്ജക്റ്റ് ആവട്ടെ എല്ലാവർക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എയർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഫെദർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഫെദർ വൈകി താഴെ എത്തുന്നതിൻ്റെ റീസൺ.